സ്ട്രിക്റ്റ് കീപ്പ് ചെയ്യണം. കാര്യം നിങ്ങൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ആണോ ദൈവവുമായിട്ട്? നിങ്ങൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്? നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊന്നും അല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? നിങ്ങൾ ആ ഇക്വാലൻ്റ് പാർട്ട്ണർ അല്ല. ബേസിക്കായിട്ട് നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി ചെയ്യാൻ ഇക്വാലൻ്റ് പാർട്ട്ണർ, ഒരു തുല്യ പങ്കാളിയല്ല. ആണോ? ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യാൻ തുല്യ പങ്കാളിയല്ല. പിന്നെ തുല്യ പങ്കാളി അല്ലാത്ത ഒരാളുമായിട്ട് ഗതികെട്ടൊരു മനുഷ്യൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട് ബൈബിളിൽ, അത് നമ്മൾ ഉപയോഗിക്കണം. അതിനാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കണം നിങ്ങൾക്ക്. ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല അച്ഛൻ്റെ തലക്കാരുടെ സാധനം ചെയ്യാൻ പറ്റത്തില്ല. ബൈബിൾ ഒരു ഉടമ്പടിയുടെ തുല്യ പങ്കാളിയാകാൻ ബൈബിൾ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ പ്രവർത്തനങ്ങളുണ്ട്. ആ അർഹതാ പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അതെങ്ങനെ അറിയിച്ചാൽ പോരാ, സന്തോഷത്തോടെ അറിയിക്കണം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ ക്രിസ്തുവിൽ സഹിക്കുന്ന ആൾക്കാരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ പരിചരിക്കണം. ഉപവിപ്രവർത്തനം വരുന്നത് അങ്ങനെയാണ്. ഈ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ചിറകായിട്ട് വരണത്. ഇതിൻ്റെ ചിറകാണ് ടൈം ഷോട്ട് ചെയ്യണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് ഇത് പദ്ധതി പ്രാർത്ഥനയാണ്. അപ്പോൾ പദ്ധതി പ്രാർത്ഥനയാകുമ്പോൾ അതിൻ്റെ മിനിമം ഇതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത്. അർഹത യോഗ്യത എന്നൊക്കെ പറയും. ഇപ്പം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യും, പക്ഷേ ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്കത് യോഗ്യത വേണം. കാര്യം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ്, നിങ്ങളുടെ മെറിറ്റ് അല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യും. ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം വായിച്ചു. അതെന്ന് വെച്ചാൽ അവർ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പ്രഗ്നൻ്റ് അല്ല, 9 കൊല്ലമായിട്ട് മക്കളില്ല. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് അല്ല. അവർ പുറത്തിറങ്ങി മടുത്തു. ഇനി ഒരു ഡോക്ടറും അടുത്തും പോണില്ല, ഒരു ആശുപത്രിയിലും പോണില്ല, ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനം എടുക്കും. മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മ കുഞ്ഞിനെ തരുമെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൃപാസനത്തിൽ വന്നിട്ടില്ല, എടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളൂ. അതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളില്ല. അച്ഛൻ ഇന്ന് ഞായറാഴ്ച കുർബാനക്കത് പറഞ്ഞായിരുന്നു. എന്താ സംഭവിച്ചിരിക്കേണ്ടത്? ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റാണ്. ഈ ദൈവ പദ്ധതിയുടെ രീതി അതാണ്. അതായത് നേരത്തെ സയൻറ്റിഫിക്കായി ടെസ്റ്റ് ചെയ്താണ് അവർ പ്രഗ്നൻ്റ് അല്ല. പക്ഷേ പിന്നെ സംഭവിച്ച കാര്യം എന്താണ്? അവർ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കണത്, ചില ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചാൽ മതി, അപ്പം തന്നെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധരാണെന്നും ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്യുമെന്നും നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഇത് നിറവേറ്റുമെന്നും നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അപ്പം തന്നെ അനുഗ്രഹം വരാൻ തുടങ്ങും. ചില ആൾക്കാർ ഉടമ്പടി എടുത്ത് 4 ഒന്ന് പുതുക്കിയാൽ പോലും ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം? അവരെ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും. എന്ത് സ്വഭാവമായിരുന്നു ഉടമ്പടി എടുക്കുന്ന കാലത്ത് അവർക്ക് ഒരു മാറ്റം അവർക്കില്ല. പിന്നെ ചെയ്തില്ല, പത്രം കൊടുത്ത് രോഗികളെ പോയി കൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയും. പക്ഷേ എന്ത് അരൂപിയിലാണിത് ചെയ്തിരിക്കണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഈശോ ചോദിക്കും എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്ത് അരൂപി ചെയ്തെന്നാണ് ചോദിക്കണേ. അതാണ് എൻ്റെ പണി എല്ലാവരും മേടിക്കണേ ഇവിടെ വെച്ചാണ്. എന്ത് ചെയ്യുക എന്ന് നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ എന്ത് അരൂപി ചെയ്ത്? ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത് അതോ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ ചെയ്തത്? അതാണ് ചോദിക്കണത്. പല കാര്യങ്ങളും ചെയ്യണത്, ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യണത് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. ചിലപ്പോൾ ഇലക്ഷനിൽ വോട്ടിന് ലക്ഷ്യമാക്കി ചെയ്യും. അങ്ങനെ ഓരോ വിഷയം ഉദ്ദേശിച്ച് ചെയ്യും. പക്ഷേ അരൂപി നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൗതിക ലാഭനഷ്ടങ്ങൾ അവിടെ റെഫറൻസ് വരുന്നില്ല. ഭൗതിക ലാഭനഷ്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകണത്. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന ദൈവ മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ടും വചനം അനുസരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോർമാറ്റാണ് ഉപയോഗിക്കണം. എന്താണ്? നമ്മൾക്കല്ല കർത്താവ്
അങ്ങയുടെ തിരുനാമത്തിന്. ടേക്ക് ദ ബെഡ് ഓഫ് സങ്കീർത്തനം. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന്. ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 115 സങ്കീർത്തനം 1 തിരുവചനം. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. പറഞ്ഞ് ഏറ്റു പറഞ്ഞ്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. മഹത്വം നമുക്ക് കിട്ടാതെ ദൈവനാമത്തിന് കൊടുക്കുന്ന പ്രവൃത്തികളാണ് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾക്കാണ് അതിൻ്റെ മഹത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യാത്മാവിനാണ് നയിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ മനുഷ്യൻ്റെ മക്കളും സ്റ്റാറ്റസ് കോ ഇപ്പോഴുള്ള നിലവാരം നിൽക്കുകയുള്ളൂ. നമ്മുടെ നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം പറഞ്ഞ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ അരൂപിയാണ് നമ്മളെ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ അരൂപി എന്താണ്? സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. പിന്നെ എന്താണ്? അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വമാണെങ്കിൽ വി ആർ ലീഡിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും. ഉടമ്പടിയുടെ നിലവാരപ്പെടുത്തലിൻ്റെ ഇങ്ങനെയാണ് വരണത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവർ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ്. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.